ഏപ്രിൽ 23 ലോക പുസ്തക ദിനം. മനുഷ്യരായ നാം സാമൂഹിക ജീവിയാണ്. സമൂഹത്തോട് ഓരോ മനുഷ്യനും കൃത്യമായ കടപ്പാടുണ്ട്. ഓരോ സമൂഹത്തിനും വ്യത്യസ്തമായ ലക്ഷ്യങ്ങളുമുണ്ട്. അങ്ങനെയെങ്കിൽ നാം താമസിക്കുന്ന, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ആവശ്യകത എന്താണെന്നും ആ ആവശ്യകതകൾക്ക് നാം എന്താണ് ചെയ്യേണ്ടത് എന്നും അറിയണമെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കൃത്യമായി നമുക്ക് പഠിക്കാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് 1942 കാലയളവിൽ തൻ്റെ ജയിൽവാസ സമയത്താണ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രചിക്കുന്നത്. ആ പുസ്തകത്തിൽ വിശാലമായ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ സംബന്ധിച്ച്, ഈ രാജ്യത്തിൻ്റെ മതമൈത്രിയെ സംബന്ധിച്ച്, മതേതരത്വം എന്ന ആശയത്തെ സംബന്ധിച്ച് കൃത്യമായിക്കൊണ്ട് അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ എഴുതി വെക്കുന്നുണ്ട്. ഇത് ഒരു മനുഷ്യൻ്റെ ദീർഘവീക്ഷണമാണ്. അങ്ങനെയെങ്കിൽ സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്കും ഓരോ സമൂഹത്തോടും കൃത്യമായിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സംവദിക്കേണ്ടത് അനിവാര്യവുമാണ്. എങ്കിൽ സമകാലികാന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് ഇന്നലകളെ നാം കൃത്യമായി വായിക്കേണ്ടതുണ്ട്. ഇന്നലകളെ വായിച്ച് നാളെയോട് നമുക്ക് സംവദിക്കേണ്ടതുമുണ്ട്. പുതിയ കാല വിദ്യാർത്ഥികൾക്ക് വായന എന്നത് അങ്ങേയറ്റം ക്ലേശകരമായ കാര്യമാണ്. എന്തു വായിക്കണം, എങ്ങനെ വായിക്കണം, എപ്പോൾ വായിക്കണം എന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു മെന്ററിംഗ് സിസ്റ്റം ഉണ്ട് എങ്കിൽ ഒരുപാട് പുതിയ വായനാശീലമുള്ള പ്രബുദ്ധരായ വിദ്യാർത്ഥികളെ സമൂഹത്തിന് നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. എന്തു വായിക്കണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി എന്തും വായിക്കണം എന്ന് തന്നെയാണ്. എന്തു വായിക്കരുത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വായിക്കാൻ വേണ്ടി നാം വായിക്കരുത് എന്നതാണ്. എങ്ങനെ വായിക്കണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണോ നാം വായിക്കുന്നത് അത് ആസ്വദിച്ച് വായിക്കുക എന്നത് തന്നെയാണ്. വായന പുതിയൊരു ശീലമാക്കി നമ്മൾ ജീവിതത്തിൽ മാറ്റേണ്ടതുണ്ട്. അങ്ങനെ ജീവിതത്തിൽ വായന ഒരു ശീലമാക്കി മാറ്റുമ്പോൾ പഴയകാല അനുഭവങ്ങളും പഴയകാല ചരിത്രങ്ങളെയും കൃത്യമായി അവലോകനം നടത്തിക്കൊണ്ട് നമുക്ക് പുതിയ കാല സമൂഹത്തോട് നമുക്ക് സംവദിക്കാൻ സാധിക്കും. ജീവനില്ലാത്ത അക്ഷരങ്ങൾക്ക് ജീവനുള്ള മനുഷ്യരോട് സംവദിക്കാൻ സാധിക്കില്ല. ജീവനുള്ള അക്ഷരങ്ങൾ വളരെ സേഫ് ആയിക്കൊണ്ട് നമ്മുടെ പരിസര പ്രദേശത്തെ ലൈബ്രറികളിൽ അടക്കി വച്ചിട്ടുണ്ട്. മനുഷ്യരായ നമ്മൾ പുസ്തകങ്ങൾ തേടി സഞ്ചരിക്കാത്തത് കൊണ്ടും അറിവാന്വേഷണം ഇല്ലാത്തത് കൊണ്ടുമാണ് അത്തരത്തിലുള്ള പുസ്തകങ്ങൾ അവിടെ വളരെ സേഫായി അടക്കി വച്ചിരിക്കുന്നത്. വായനയുടെ പുതിയ ലോകത്തേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികൾ എന്ത് വായിക്കണം എന്ന ചോദ്യത്തിന് നമുക്ക് ചെറിയ ചെറിയ കഥകളിലൂടെയും ഹൈക്കു കവിതകളിലൂടെയും നമ്മുടെ പുതിയ വായനയുടെ ലോകം നമുക്ക് തുറക്കാവുന്നതാണ്. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷമാണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി ലോക സമൂഹം വായിച്ചു തുടങ്ങുന്നത്. ഭയവിഹ്വലതയോടെ, പ്രതീക്ഷയോടെ, അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിലാണ് ഓരോ മനുഷ്യനും ഇമോഷണലി ആ ഡയറികൾ വായിച്ചു തീർത്തത്. നുജൂദിൻ്റെ ആത്മകഥ വായിച്ചതും ഈ രൂപത്തിൽ തന്നെയാണ്. റയാൻ്റെ കിണർ മറ്റൊരു പുതിയ പ്രതീക്ഷയോടെയാണ് നമ്മൾ വായിച്ചത്. അനന്തമായ അറിവാണ് പുസ്തകങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത് എങ്കിൽ അനന്തമായ അറിവ് തേടി സ്വതന്ത്രമായി പറന്നുയരാൻ സാധിക്കട്ടെ എന്ന ഈ പുസ്തക ദിനത്തിൽ ആശംസയായി നേരുന്നു.